നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. നാളെ ഡിസംബർ 12 നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കുന്നു. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ചില സുപ്രധാന വാദം നാളെ ഹൈക്കോടതി കേൾക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ഈ കേസിൻ്റെ കേസ് ഡയറി അന്വേഷണ സംഘം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുൻപാകെ ഹാജരാക്കും. മറുവശത്ത് നേരത്തെ പോലീസ് നൽകിയ സത്യവാങ്മൂലം നാളെ ശക്തമായി മഞ്ജുഷയുടെ അഭിഭാഷകൻ എതിർക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഈ കേസ് കഴിഞ്ഞ ദിവസം പരിഗണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മഞ്ജുഷയുടെ അഭിഭാഷകനോട് ചോദിച്ചിരുന്നു, നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ പക്കൽ എന്ത് തെളിവുണ്ട്? അതിൻ്റെ തുടർച്ചയെന്നോണം നിരവധി തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തി. അതിലേറ്റവും സുപ്രധാനമായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അവസരത്തിൽ പിന്നീട് പോലീസ് ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ ചോരപ്പാടുകൾ കണ്ടു എന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ് ഏറ്റവും ശ്രദ്ധേയമായത്. മറ്റ് നിരവധി തെളിവുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചതേയില്ല. നാളെ ഹൈക്കോടതിയിൽ സർക്കാർ എന്ത് വിശദീകരണം നൽകും? ഇക്കഴിഞ്ഞ ദിവസം CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. CBI അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമായ നിലപാട് രേഖപ്പെടുത്തി കഴിഞ്ഞു. നാളെ കോടതിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? നാളെ ഡിസംബർ 12 നവീൻ ബാബു മരിച്ചിട്ട് 2 മാസം ആകുന്നതിന് 2 ദിവസം മുമ്പാണ്. അതായത് നമുക്കറിയാം ഒക്ടോബർ 14 രാത്രിയാണ് മരിച്ചത്. ഇപ്പോൾ ഡിസംബർ 12 ഈ മഞ്ജുഷയുടെ ഹർജി, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ വിശദവാദത്തിന് വരാൻ പോവുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പ്രാഥമികമായിട്ടുള്ള വാദം നടക്കുന്ന സമയത്ത് കോടതി ഒരുപാട് ചോദ്യങ്ങൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയോട് ചോദിച്ചിരുന്നു. ഇതൊരു കൊലപാതകമാണ്, ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് അത് തോന്നാനുള്ള കാരണം എന്നൊക്കെ ഉൾപ്പെടെ പല പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അന്ന് കോടതി പറഞ്ഞത് എൻ്റെ കേസ് ഡയറി വായിച്ചിട്ടില്ല, എൻ്റെ രേഖകളൊന്നും വായിച്ചിട്ട് വിശദമായി ഡിസംബർ 12 വാദം കേൾക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നാളെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപനാണ് ഈ വാദം കേൾക്കാൻ പോകുന്നത്. ഇതിനിടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഹർജി സമർപ്പിച്ചു. ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് ബെച്ചു കുര്യൻ തോമസ് വന്നു, അദ്ദേഹം മാറി, ഇപ്പോൾ ഇത് കൗസർ എടപ്പകത്ത് വന്നു. ഇതിനിടയിൽ സർക്കാർ കൗണ്ടർ അഫിഡവിറ്റും അല്ലെങ്കിൽ എതിർ സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, വളരെ ഫാസ്റ്റ് ട്രാക്ഡും വളരെ ട്രാൻസ്പെയറൻറ്റും വളരെ ഡീറ്റെയിൽഡുമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 19 പോയിൻറ്റുകൾ അവർ കൗണ്ടർ അഫിഡവിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കും എന്നുള്ളത് വ്യക്തം. CBI അന്വേഷണത്തെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ന്യായീകരിക്കും എന്നുള്ളത് വ്യക്തം. അപ്പോൾ സ്വാഭാവികമായും നാളെ ഹൈക്കോടതിയിൽ വരാൻ പോകുന്ന വാദങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒന്ന് നേരത്തെ കൂട്ടി അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കേസ് ഡയറി ഹാജരാകാത്ത സ്ഥിതിക്ക് ഈ കേസ് ഡയറി കൂടി പരിശോധിക്കട്ടെ എന്ന നിലപാട് കോടതി സ്വീകരിക്കുമോ? അല്ല, കേസ് ഡയറി ഇതിനുള്ളിൽ സമർപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പം ദിവസം 3-4 കഴിഞ്ഞല്ലോ. ഇപ്പോൾ കേസ് ഡയറി സമർപ്പിച്ചിട്ടില്ല എന്നുള്ള വാദമൊന്നും വന്നിട്ടില്ല. കേസ് ഡയറി സമർപ്പിച്ചിട്ടുണ്ടാവും. നാളെ വിശദമായി വാദം കേൾക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം സമർപ്പിച്ചിട്ടുള്ള വാദമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ 2 ഭാഗങ്ങളുണ്ടല്ലോ, 2 ഭാഗങ്ങൾ ഓരോന്നോരോന്ന് നമ്മളൊന്ന് എടുത്ത് നോക്കണം. ഈ മഞ്ജുഷയുടെ ഹർജിയിൽ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നികത്തിയിട്ടുണ്ട്. ആ നിരത്തിയിട്ടുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 7-8 കാരണങ്ങൾ വളരെ കൃത്യമായി മഞ്ജുഷ തൻ്റെ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്.
അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നമ്മളത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ മഞ്ജുഷയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സൂയിസൈഡാണോ ഹോമിസൈഡാണോ എന്നുള്ളത് സംബന്ധിച്ച് സംശയങ്ങളുണ്ട് എന്നാണ്. സൂയിസൈഡല്ല ഹോമിസൈഡാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് സൂയിസൈഡല്ല ഹോമിസൈഡാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുകയും അത് ഹോമിസൈഡ് ആവാൻ അല്ലെങ്കിൽ കൊലപാതകമാവാൻ ഇടയുണ്ട് എന്നും അതിനുള്ള പല കാരണങ്ങളും ഹർജിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായി നാളെ ചർച്ചയ്ക്ക് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഹോമിസൈഡാണ്, ഇത് കൊലപാതകമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുഷ തൻ്റെ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ലാർജർ കോൺസ്പിറസിയാണ് എന്നും ആ ലാർജർ കോൺസ്പിറസിയുടെ പുറകിൽ ഒരുപാട് ബിനാമി ബന്ധങ്ങളുണ്ട് എന്നും ആ കോൺസ്പിറസിയിൽ പ്രശാന്തൻ എന്ന് പറയുന്ന ആളും കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയനും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഈ കോൺസ്പിറസി നടന്നിട്ടുള്ളത് അവിടുത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണെന്നും ആ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ഇവിടെ ഭരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവരുടെ കീഴിൽ ഈ അന്വേഷണം സുതാര്യമായി പോവില്ല, അതുകൊണ്ട് പ്രിഫങ്ക്ടറി ആണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദാസീനമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്, അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ഹർജി സമർപ്പിച്ചതിന് ശേഷം ഒന്ന് രണ്ട് സംഭവങ്ങൾ നടക്കുകയുണ്ടായി. അതിലൊന്നാമത്തതാണ് ഈ പറഞ്ഞതുപോലെ കേസ് ഡയറിയിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുമുള്ള ഈ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ എന്നുള്ള ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് പോലെ ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ TM പ്രിജിത്ത് എന്ന് പറയുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് TM പ്രിജിത്ത് അടിമുടി, അതായത് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് തലമുടി മുതൽ കാലിൻ്റെ നഖം വരെ CPM കാരനാണ് എന്നാണ്. ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ CPM കാരനാണെന്ന് ഞാൻ വളരെ കൃത്യമായി അതിനകത്ത് തെളിയിച്ചിട്ടുണ്ട്. 1995 മുതൽ അയാൾ CPM കാരനാണ്. ഇപ്പോൾ CPMൻ്റെ തന്നെ CPMനോട് ബന്ധം പുലർത്തുന്ന ഡോക്ടർമാരുടെ സംഘടനയിലുള്ള ആളാണ്, അയാളാണ് അത് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഈ ആദ്യത്തെ കാര്യമുണ്ടല്ലോ, അതായത് ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ, അത് വളരെ വിശദമായി പൊതുമണ്ഡലം ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ ഈ CPMനെ ന്യായീകരിക്കുന്ന ചില അഭിഭാഷകന്മാർ വന്നിട്ടൊരു വാദം ഉയർത്തിയിട്ടുണ്ട്. ആ വാദം ഖണ്ഡിക്കേണ്ടതും കൂടി പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഹാങ്ങിങ് ബൈ സൂയിസൈഡ്, അതായത് ആത്മഹത്യ, തൂങ്ങി മരണത്തിലൂടെയുള്ള ആത്മഹത്യ നടക്കുമ്പോൾ പെറ്റിക്കൽ ഹെമറേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നടക്കുമെന്നും ആ പെറ്റിക്കൽ ഹെമറേജ് നടക്കുന്നതിൻ്റെ ഭാഗമായി ശരീരഭാഗങ്ങളിൽ നിന്ന് ചോര പുറത്തേക്ക് വരുമെന്നും ആ ചോരയാണ് ഇയാളുടെ അടിവസ്ത്രത്തിൽ കണ്ടത് എന്നുമുള്ള വാദം അടിമ കമ്മികളായിട്ടുള്ള ചില CPMൻ്റെ അഭിഭാഷകർ ഉന്നയിച്ചിട്ടുണ്ട്. അത് 100% തെറ്റാണ് എന്ന് ഒന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നു. ഈ പെറ്റിക്കൽ ഹെമറേജ് എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുകയും ഒരു അസ്ഫിക്സിയേഷൻ നടക്കും, അതായത് പെട്ടെന്ന് ശരീരത്തിലുള്ള ഈ ഓക്സിജൻ കണ്ടന്റ് അങ്ങ് നിന്ന് പോകും. ഒരു 60 സെക്കൻഡ് 100 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് നിൽക്കും. പെട്ടെന്ന് നിൽക്കുമ്പോഴത്തേക്കും ശരീരത്തിലെ പല ഭാഗങ്ങളിലുമുള്ള ഈ വെയിൻസ്, കാപ്പിലറീസ് ഇതൊക്കെ പൊട്ടും. ഇതൊക്കെ പൊട്ടുന്ന സമയത്ത് ചോര പുറത്തേക്ക് വരും. അപ്പോൾ അതുപോലെ പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടായപ്പോൾ ചോരയാണ് ഈ അടിവസ്ത്രങ്ങളിൽ കണ്ട രക്തക്കറ എന്നുള്ളതാണ് വാദം. ആ വാദം പൂർണ്ണമായി തെറ്റാണ് എന്നാണ് ഫോറൻസിക് വിദഗ്ധന്മാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ആ പെറ്റിക്കൽ ഹെമറേജ് ആണ് ഉണ്ടാവേണ്ടതെങ്കിൽ ആ പെറ്റിക്കൽ ഹെമറേജ് ആദ്യം ഉണ്ടാകേണ്ടത് കണ്ണിലും മൂക്കിലും ചെവിയിലുമൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏറ്റവും നേർത്ത ഈ കാപ്പിലറീസ്, ഞരമ്പുകൾ ഉള്ളത് ഈ കണ്ണിലും മൂക്കിലും ചെവിയിലുമൊക്കെയുള്ള ഈ മ്യൂക്കസ് മെമ്പറൈനിലൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാലോ, ഇപ്പോൾ കണ്ണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുമന്ന പാടുകൾ കാണാം, ചുമന്ന രേഖകൾ പോലെ കാണാം. അത് കണ്ണിലൊക്കെ ഉള്ള ഈ കാപ്പിലറീസാണ്, ഏറ്റവും ചെറിയ നേർത്ത വെയിനുകളാണ്. അത്തരം വെയിനുകളാണ് ആദ്യമായി ആത്മഹത്യ നടത്തുമ്പോഴത്തേക്ക് പൊട്ടുക. അപ്പോൾ സ്വാഭാവികമായും പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടാകണമെങ്കിൽ അത് ശരീരത്തിൻ്റെ തല മുതൽ ഉള്ള ആദ്യ ഭാഗത്തുണ്ടാവണം. പക്ഷെ അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഒരു പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടായതായും അവിടെയൊന്നും ചോര പുറത്തേക്ക് വന്നതായും കാണുന്നില്ല. ചോര പുറത്തേക്ക് വന്നത് എവിടെയാണ്? രണ്ടാം ഭാഗത്ത്, ശരീരത്തിൻ്റെ രണ്ടാം ഭാഗത്ത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെറ്റിക്കൽ ഹെമറേജിലൂടെ ഉണ്ടായിട്ടുള്ള ചോര പുറത്തേക്ക് വന്നതല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തം. അങ്ങനെ വരുമ്പോൾ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗം കേന്ദ്രീകരിച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനം നടന്നിരിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പോസ്റ്റ്മോർട്ടത്തിലൂടെ കാണാൻ കഴിഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ശരീരത്തിലെ പല ആന്തരിക അവയവങ്ങളും കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന കാണുന്ന പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് നിന്ന് പോകുമ്പോഴത്തേക്കും ശരീരത്തിലെ പ്രധാനപ്പെട്ട പല ആന്തരിക അവയവങ്ങളും കൺജസ്റ്റഡ് ആകും എന്ന് ഫോറൻസിക് വിദഗ്ധന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും തമാശയുള്ള കാര്യം എന്നറിയോ സോയ്മോൻ, ലങ്സ് കൺജസ്റ്റഡ് ആണ്, പക്ഷേ ഹാർട്ട് കൺജസ്റ്റഡ് അല്ല. ലങ്സും ഹാർട്ടും അടുത്തടുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ലങ്സ് കൺജസ്റ്റഡ് ആവണമെങ്കിൽ ഹാർട്ട് കൺജസ്റ്റഡ് ആവണം. ഇനി താഴോട്ട് വരുമ്പോൾ എന്താണ്, ലിവർ, സ്പ്ലീന്, കിഡ്നി ഇതെല്ലാം ആണ്. അപ്പം ചില അവയവങ്ങൾ കൺജസ്റ്റഡ് ആവുന്നില്ല, ചിലത് കൺജസ്റ്റഡ് ആയിട്ടുള്ള അവയവങ്ങളെല്ലാം തന്നെ അരയ്ക്ക് താഴോട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് ക്രൂരമായ മർദ്ദനം നടന്നുകൊണ്ടാണോ എന്നുള്ള സംശയം ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് പറയുന്നത്. അതായത് തുണിത്തരങ്ങളാണ് രാസപരിശോധനയ്ക്ക് അയച്ചായിട്ട് പറയുന്നത്. രാസപരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങൾ അയച്ചിട്ടില്ല എന്ന് പറയും. അയച്ചിട്ടില്ല എന്നാണ് ആ കൗണ്ടർ അഫിഡവിറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്, അതിനകത്ത് അത് പറയുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ആത്മഹത്യയാണ് എന്ന് കാണിക്കുക എന്ന പ്രീമോട്ടിവേറ്റഡ് ലക്ഷ്യത്തോടു കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ മരണം നടന്നിട്ടുള്ള ആത്മഹത്യയാണ് എന്നുള്ളത് കൊണ്ടാണ് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാഞ്ഞത്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുന്ന എപ്പോഴാണെന്നറിയാമോ, മരണകാരണം എന്താണ് എന്ന് മനസ്സിലാക്കാത്തപ്പോഴാണ് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാത്തത്. ഇവിടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മരണം നടന്നത് ആത്മഹത്യ മൂലമാണ് എന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ച് നടത്തിയത് കൊണ്ടാണ് എന്നാണ് അതിനകത്ത് വരുന്നത്. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിമൂടി CPM കാരനായിട്ടുള്ള ഈ പറഞ്ഞ ഒരു അടിമ കമ്മി എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിലുള്ള ഒരാളാണ് പിന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. ഏറ്റവും പെട്ടെന്നത് ആണ് നടത്തിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഞ്ജുഷയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് സർക്കാർ പറയുന്നത് എന്താ, ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്പീഡി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത് പറഞ്ഞിട്ടൊരു 8, 10, 12, 19 കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ടെലിഫോൺ സംഭാഷണങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, അത് ഇത് മറ്റേത് മറിച്ച് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സോമോനെ, അവിടെയെല്ലാം ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന ആണല്ലോ മഞ്ജുഷ ആരോപിക്കുന്നത്. അത് സംബന്ധിച്ച് എന്താണ് കൗണ്ടർ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു കാര്യം അവർ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷയുടെ സഹോദരൻ കൊടുത്തിരുന്നൊരു പരാതിയെക്കുറിച്ചിട്ട് ഈ കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. മഞ്ജുഷയുടെ സഹോദരൻ പറയുന്നത് ഞങ്ങളിങ്ങനെ ഒരു പരാതി ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കാൻ പറഞ്ഞു കൊടുത്തു, അത് അന്വേഷിച്ചില്ല എന്നാണ്. എന്നാൽ കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നതെന്നറിയോ, ഞങ്ങളത് അന്വേഷിച്ചു, ഞങ്ങൾ ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് തന്നത് അന്വേഷിച്ചു. ആ പരാതിയിൽ ചില ബാൾഡ് അലിഗേഷൻസ്, ചില ദൂരക്കൂട്ടിയുള്ള ചില ആരോപണങ്ങളും ചില കേട്ടുകേൾവിയും മാത്രം, ചില ഹിയർസയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് കണക്കാക്കിയില്ല എന്ന് മാത്രമല്ല, പ്രശാന്തൻ എന്ന് പറയുന്ന ആ പ്രതിയെ ഈ കേസുമായി ബന്ധിപ്പിക്കാനുള്ള ഒന്നും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാണ് കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നത്. മനസ്സിലായി? അത് ശുദ്ധാസമ്മതമല്ല, എത്രയോ തെളിവുകൾ, നമ്മളത് വിരലിലെണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ വെച്ച് മഞ്ജുഷയുടെ വാദത്തിന് ഒരല്പം മേൽക്കൈ കിട്ടാനുള്ള ഒരു സാധ്യതയും ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് നമുക്കറിയാം. ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ കേസിൽ CBI അന്വേഷണം വരുമോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഈ ഭരണകൂടം ചെലുത്തുമോ എന്ന് നമുക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് നാളെ തീരുമാനിക്കാൻ പോകുന്നതെങ്കിൽ നാളെ
കോടതി CBI അന്വേഷണം നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. മറുവശത്ത് നവീൻ ബാബുവിൻ്റെ ദേഹം ദഹിപ്പിച്ചു കളഞ്ഞു. ഇനി അത്തരം സാധ്യതകളിൽ ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് പോലുമുള്ള സാധ്യതയില്ല. ആന്തരിക അവയവങ്ങളുടെ പരിശോധന അതിനി ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇനി ഒരു തെളിവുണ്ടാക്കാനോ പുതുതായി CBI ഈ അന്വേഷണത്തിലേക്ക് കടന്നു വന്നാൽ എത്ര കണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ച് അവർക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും കോടതിക്ക് ചില സംശയങ്ങളുണ്ടാവില്ലേ? സോമന, സ്വാഭാവികമാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇത് നടത്തി, ഇൻക്വസ്റ്റ് നടത്തി, ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് നടത്തി എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇതങ്ങ് സംസ്കരിച്ച് കളഞ്ഞു. അപ്പോൾ അവിടുന്ന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ കൂടെ MV ജയരാജൻ വന്നതുപോലും ഇത് പെട്ടെന്ന് സംസ്കരിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടന്നത്, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെട്ടെന്ന് ശരീരം സംസ്കരിച്ച് കളഞ്ഞത് ഈ അന്വേഷണത്തിൽ ഒരു വലിയ ന്യൂനതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 2 ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും. അതെ, അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഈ സ്കള്ള് തുറന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് തുറന്നതായിട്ട് കാണാം. സ്കൾ ആൻഡ് ഡ്യൂറ വർ ഇൻടാക്ട്. ഈ ബ്രെയിൻ വെയ്ഡ് 1250 grams എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ മൃതശരീരം കണ്ടവർ, സംസ്കാരത്തിൻ്റെ സമയത്തൊക്കെ മൃതശരീരം കണ്ടവർ ഈ തലയൊട്ടി തുറന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കെട്ട് വേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേറെ ചിലർ അതിനെതിരായി പറയുന്നത് ഇത് തലയൊട്ടി തുറക്കുന്നത് പുറകിലാണ്, അതുകൊണ്ട് മുമ്പിൽ അത് കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും സോയിമൻ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടന്നു, സംസ്കാരം നടന്നു എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഇനി ഒരു അന്വേഷണങ്ങൾക്കും സ്കോപ്പില്ല. അയാളുടെ തുണി മാത്രമേ ഉള്ളൂ, ഒരു ആന്തരിക അവയവങ്ങൾ പോലും കൊടുത്തിട്ടില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ കേസ് തെളിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് മഞ്ജുഷ നടത്തിയ ഒരു മാസ്റ്റർ സ്ട്രോക്ക് പ്രസക്തമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രശാന്തൻ, ദിവ്യ, കളക്ടർ അവരുടെ 3 പേരുടെയും വോഡാഫോൺ BSNL ഫോണിൻ്റെ CDRകൾ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യണം എന്നും ഈ 3 പേരുടെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെയുള്ള ടവർ ലൊക്കേഷൻസ് പരിശോധിക്കണമെന്നും ഈ പ്രശാന്തൻ്റെയും ഈ നവീൻ ബാബുവിൻ്റെയും ഒക്കെ ആ ദിവസത്തെയും തലേ ദിവസത്തെയും ഒക്കെ വിശദമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ എല്ലായിടത്തു നിന്നും, മുനീശ്വരം കോവിലിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ കളക്ട് ചെയ്യണം, അതെല്ലാം പ്രിസർവ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുഷ കണ്ണൂർ ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ നവംബർ 26 കൊടുത്ത ഒരു നവംബർ 16 എനിക്ക് തോന്നുന്നു, 16 മറ്റോ കൊടുത്ത ഒരു ഹർജി ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അത് 3 പ്രിസർവ് ചെയ്യപ്പെട്ടാൽ ഈ കേസിൽ നിർണായകമായിട്ടുള്ള തുമ്പ് ലഭിക്കും എന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമാദമായ TP ചന്ദ്രശേഖരൻ വധക്കേസ് തെളിയിച്ചത് നിർണായകമായി വന്നത് മുഴുവൻ ഈ പ്രതികളും ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഈ PK കുഞ്ഞനന്ദൻ ഇവരൊക്കെ തമ്മിലുള്ള മൊബൈൽ ഫോൺ വിളികൾ, സംഭാഷണങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ, മൊബൈൽ ഫോൺ വിളികൾ, ടവർ ലൊക്കേഷൻ, CCTV, ഇത് 3ഉം കിട്ടിയാൽ അത് കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാകും എന്നാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. TP ചന്ദ്രശേഖരൻ വധത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ വടിവാള് കൊണ്ട് 52 വെട്ടുവെട്ടി ഒരു വഴിയരികിൽ വീഴുന്നു. പക്ഷേ ഇവിടെ ആത്മഹത്യയെന്ന് ആദ്യമേ തന്നെ ചിത്രീകരിക്കപ്പെടുന്നു. ഈ ആത്മഹത്യയുടെ ഇൻക്വസ്റ്റ് അല്ലെങ്കിൽ പിന്നീട് പോസ്റ്റ്മോർട്ടം ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഒരു ജില്ലാ കളക്ടർ തന്നെയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരും പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രത്യേകിച്ച് CPMൻ്റെ ഉന്നത നേതാക്കളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഭവം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതിപട്ടികയിലേക്ക് വരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലും ഇവിടെ സംശയത്തിന് നിഴലിലാണ്. അപ്പോൾ എത്രമാത്രം ഇനി ഒരു സത്യം തെളിഞ്ഞു വരാനുള്ള ഒരു സാധ്യത, അതിൽ വലിയ റിസ്ക് ഇല്ലേ? അല്ല സോമൻ, അതിൽ സോമൻ പറഞ്ഞത് അതിനകത്ത് അത് നേരിട്ടുണ്ടായ ഒരു ആക്രമണവും ഒരു കൊലപാതകവും ഒക്കെ ആയിരുന്നു TP ചന്ദ്രശേഖരൻ. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ അത് നേരിട്ടുണ്ടായ ആക്രമണം കൊലപാതകമായിരുന്നുവെങ്കിലും ഏത് കൊലപാതകമാണെങ്കിലും ആ കൊലപാതകം വിചാരണയിൽ തെളിയിക്കപ്പെടണം. ഒരാളെ കൊന്നു എന്നുള്ളത് കൊണ്ട് അത് വിചാരണയുടെ സമയത്ത് തെളിയിക്കപ്പെടണം. ഇതിൽ എത്രയോ കേസുകൾ ഇപ്പോൾ ഈ കൊന്നതാണെങ്കിലും വിട്ടുപോകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ആ കേസിലെ വിധിന്യായം 420 പേരുള്ള വിധിന്യായം, വിധിന്യായം വായിച്ച് മനസ്സിലാക്കിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആ കേസിൽ പ്രതികൾ തമ്മിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ തമ്മിലുമുള്ള ബന്ധം വളരെ കൃത്യമായി തെളിയിക്കാൻ വേണ്ടി
ഏറ്റവും നിർണായകമായത് പിന്നെ മൊബൈൽ ഫോൺ കോൾ ഡീറ്റെയിൽസ് ആയിരുന്നു. ഏറ്റവും നിർണായകമായത് മനസ്സിലായി. അതല്ല അതേസമയം കൊലപാതകം കണ്ടു നിന്ന ചില ആളുകളുടെ ചില മൊഴികളൊക്കെ അതിനകത്ത് അനുകൂലമായി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഏറ്റവും നിർണായകമായതും ഏറ്റവും സുപ്രധാനമായി അതിന് പുറകിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടതും ഈ മൊബൈൽ കോൾ റെക്കോർഡ്സിൽ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ കോൾ റെക്കോർഡ്സ് പിന്നെ പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ കോൾ റെക്കോർഡ്സ് പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രശാന്തനും ദിവ്യയും കളക്ടറും തമ്മിൽ നടന്നിട്ടുള്ള വിളികൾ അതിനകത്തുണ്ടാവും. ഒരുപക്ഷെ പി ശശിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിളികൾ വരെ ചിലപ്പോൾ അതിനകത്തുണ്ടാവും. നമുക്കറിയാത്തപ്പോൾ അതുപോലെ തന്നെ ദിവ്യയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള വിളികളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആരും വിചാരിക്കാത്ത പലരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിളികളുണ്ടാവും. മനസ്സിലായോ? ആ വിളികളൊക്കെ തന്നെ കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം അത് പെട്ടെന്ന് സംസ്കരിച്ചതൊക്കെ തന്നെ നെഗറ്റീവായിരിക്കും. പക്ഷേ ഓൺ ദ ഹോൾ ഇത് എത്രയും പെട്ടെന്ന് CBI അന്വേഷണത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും ഇത് പോസിറ്റീവായി ഒരു CBI അന്വേഷണത്തിന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഞാൻ ഈ ഘട്ടത്തിൽ കാണുന്നത്. നാളെ എങ്ങനെ വരും എന്ന് നമുക്കറിയാം. എന്നാൽ പത്തനംതിട്ട മലയാലപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് തൊട്ട് മുൻപ് കണ്ണൂരിൽ നിന്ന് എത്തിയ ഒരു സ്ത്രീ ആരാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് വലിയ ധാരണയില്ല. പക്ഷേ ആ സ്ത്രീ ആ വീട്ടുകാരോടും അവിടെയുള്ള പാർട്ടി നേതാക്കളോടും പൊതുപ്രവർത്തകരോടുമൊക്കെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മൃതദേഹം നിങ്ങൾ സംസ്കരിക്കരുത്, റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. പരിയാരം മെഡിക്കൽ കോളേജിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. എനിക്ക് നവീൻ സാറിനെ അറിയാം, അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഇതൊരു കൊലപാതകമാണ്. ആ സ്ത്രീ ആവർത്തിച്ച് പറഞ്ഞു. ഇത് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു അടക്കം കേട്ട് നിൽക്കും. നമ്മുടെ ജേർണലിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ ബൈറ്റ് അപ്പോൾ അവർ എടുക്കുകയും ഒരു വിശദമായ ഒരു അഭിമുഖം പോലെ സ്ത്രീയിൽ നിന്ന് നമ്മൾ ഒരു വീഡിയോ പകർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പലർക്കും അത്തരം സംശയങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് തിടുക്കത്തിൽ സംസ്കരിക്കപ്പെട്ടു? ആ ചോദ്യം ഇപ്പോൾ അല്ല സോമന, അത് ഈ സ്ത്രീ എന്നല്ല, പലരും അത് ആ സമയത്ത് ഉന്നയിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തിടുക്കത്തിലായിരുന്നു എന്നുള്ളതും ഇതും പ്രീ മോട്ടിവേറ്റഡ് ആയിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. MV ജയരാജൻ്റെ കൂടെ വന്നത് തന്നെ അത് പെട്ടെന്ന് സംസ്കരിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്നുള്ളത് കൃത്യമാണ്. അപ്പം ഞാൻ തന്നെ സ്വയമായിട്ടുള്ള ഒരു സംസാരത്തിൽ ഇത് കൊലപാതകമാണെന്നുള്ള സംബന്ധിച്ച് എണ്ണി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് കുടുംബാംഗങ്ങൾ എന്തുകൊണ്ട് ചെവിക്കൊണ്ടില്ല എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയൊരു ട്രോമയിലായിരുന്നു അന്നേരം. അവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ അവരെ തീരുമാനിച്ച് ആ തീരുമാനത്തിലേക്ക് അവർ എത്താനുള്ളൊരു സമയമായിരുന്നില്ല. അതിനു മുമ്പ് അടിപിടിയിൽ പെട്ടെന്ന് ഈ കാര്യങ്ങളങ്ങ് നടത്തുകയാണ് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ അതിൽ ഇത് പെട്ടെന്ന് നടത്തിയത് പ്രീ മോട്ടിവേറ്റഡ് ആണ്. ഇതിൻ്റെ പുറകിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അതിപ്പം വലിയ ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പം തന്നെ പൊതുമണ്ഡലം വളരെ കൃത്യമായി ഇതൊരു കൊലപാതകമാണെന്നുള്ളൊരു ഒരു ഒരു ധാരണയിലേക്ക് പൊതുമണ്ഡലം തന്നെ ഏതാണ്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ പിന്നെ കോടതിക്ക് ഉണ്ടാകാവുന്നതേ ഉള്ളൂ. കാരണം ഹേസ്റ്റിയായിട്ടാണ് ഇത് ഇൻക്വസ്റ്റ് നടത്തിയത്, ഹേസ്റ്റിയായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി. ബന്ധുക്കൾ തന്നെ പറഞ്ഞ എന്താണ്, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് ആദ്യം വിളി തന്നെ വരുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നെല്ലാം തന്നെ ഇത് വളരെ ദുരൂഹമാണ്, കൊലപാതക സാധ്യതയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള ഒരു ധാരണ പൊതുമണ്ഡലത്തിൽ കൃത്യമായിട്ടുണ്ട്. അത് നാളെ ആ അർത്ഥത്തിൽ അതിൻ്റെ ആഴത്തിൽ മഞ്ജുഷയുടെ അഭിഭാഷകന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പോസിറ്റീവായിരിക്കും കോടതിയിലെ റിസൾട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.